ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. കേരള ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന നിമിഷം. എല്ലാവർക്കും നന്ദി. ഇന്ന് റഹീമിന് വേണ്ടി 34 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലാദ്യം നന്ദി പറയേണ്ടത് ബോബി ചെമ്മണ്ണൂരിനാണ്. ബോച്ചയാണ് 1 കോടി രൂപ സംഭാവന നൽകി ഇതിന് മുന്നിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ തെരുവുകളും ഒക്കെ അലഞ്ഞ് പിരിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ചത്. ഏറ്റവും വലിയ നന്ദി നമ്മൾ പറയേണ്ടത് ബോബി ചെമ്മണ്ണൂരിനാണ്. അപ്പോൾ ബോച്ചെ അത് നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ബോച്ചെ നമ്മുടെ ഇവിടെ ഒരു ദിവസം വന്നിരുന്ന് കുറച്ച് നേരം എനിക്ക് സംസാരിക്കാനും പറ്റി. നല്ലൊരു മനുഷ്യൻ, എൻ്റെ ഇതിൽ നല്ലൊരു മനുഷ്യൻ. ഒരുപാട് നേരം സംസാരിച്ച് കുറേ കാഴ്ചപ്പാടുകൾ എന്നോട് പറഞ്ഞു തന്ന് ഒരു ദിവസം ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് എന്നിട്ടാണ് ഇവിടെ നിന്ന് പോയത്. നല്ല സന്തോഷം. ബോച്ചയെ പോലെയുള്ള ഒരാൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ്. ഒരുപാട് പേര് കോമാളിന്ന് വിളിച്ചു. അതൊക്കെ ഇപ്പം എല്ലാവരും തിരുത്തി പറയും. കാരണം ആ മനുഷ്യനാണ് ഇപ്പോൾ ഇന്ന് റഹീമിൻ്റെ മോചനത്തിന് ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങി ഇത്രയും പെട്ടെന്ന് 34 കോടി രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചത് ആ മൂപ്പരുടെ ഒരു പ്രയത്നമാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. കേരള ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഉള്ളത് അഹമ്മദ് സാബിത്ത്. പിന്നെ ഒരാളുടെ കാര്യം പറയേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അഹമ്മദ് സാബിത്ത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേരിലേക്ക് സ്റ്റോറിയും കാര്യങ്ങളും എത്തിച്ചത് അഹമ്മദ് സാബിത്താണ്. സാബി ഇൻസ്പിറേഷൻസിൽ കൂടെ ആ പേജിൽ കൂടെ ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ അതിൻ്റെ ഒരു ഇതുണ്ടായില്ല ആപ്പും കാര്യങ്ങളൊക്കെ എത്തിച്ചത്. ഒന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളുടെ ഇടയിലേക്ക് വരെ എത്തിച്ചത് അഹമ്മദ് സാബിത്താണ്. അപ്പോൾ നമുക്ക് അഹമ്മദ് സാബിത്തിനും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് കേരള ജനതക്കാണ്. ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് റഹീമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സംഭാവനകൾ അവരെ കൊണ്ടാവുന്നത് നമ്മളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. 18 വർഷമായിട്ട് കണ്ണീരിലായിരുന്ന ഒരു ഉമ്മയുടെ സന്തോഷത്തിന് കാരണക്കാരായ കേരള ജനതക്കും അതുപോലെ തന്നെ പ്രവാസികളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പൈസ പ്രവാസികൾ അയച്ചിട്ടുണ്ട്. ആ പ്രവാസികൾ നമ്മുടെ കേരളീയർ തന്നെയാണ്. അതാണ് കേരള ജനത എന്ന് പറയുമ്പോൾ അതിൽ പെട്ടല്ലോ. പിന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള കുറേ പേരും പൈസ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ ബോച്ചയുടെ അമ്മ ഇന്ന് 1 ലക്ഷം രൂപ അമ്മയും സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാതിരുന്ന ഒരു നന്ദികേടാവും.